കേരളത്തെ നടുക്കിയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. കേസിൽ രണ്ടാം ഘട്ടം കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണൻ MP ചോദ്യം ചെയ്യാനാണ് ED കൈക്കൊള്ളുന്ന പ്രധാന നീക്കം. ഇതിനിടെ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ശരിക്കും മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ED കൊച്ചി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ചെന്നൈയിൽ നിന്ന് സ്ഥലം മാറി വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാറിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാനിരിക്കെയാണ് ഈ സുപ്രധാന മാറ്റം ഉണ്ടായിരിക്കുന്നത്. കരുവന്നൂർ കേസിൽ ഈ മാസം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാൻ ഡൽഹി ഹെഡ് ഓഫീസിൽ നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് CPM നേതാവും MP-യുമായ കെ രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കാനായി തിരക്കിട്ട് നീക്കം നടത്തുന്നത്. കരുവന്നൂർ തട്ടിപ്പ് നടന്ന കാലയളവിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നവരെയെല്ലാം തന്നെ ED ചോദ്യം ചെയ്യുകയുണ്ടായി. ഇതിൽ കെ രാധാകൃഷ്ണനെ മാത്രമായിരുന്നു ചോദ്യം ചെയ്യാൻ ബാക്കിയായി ഉണ്ടായിരുന്നത്. കൊച്ചി ED ഓഫീസിൽ 4 അന്വേഷണ യൂണിറ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇതിൽ യൂണിറ്റ് 2-ൽ നിന്നും താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ കേസുകളുള്ള യൂണിറ്റ് 1-ലേക്കായിരുന്നു രാധാകൃഷ്ണനെ പ്രധാനമായിട്ടും മാറ്റിയിരുന്നത്. കരുവന്നൂരിന് പുറമെ ഹൈറിച്ച് തട്ടിപ്പ് കേസ്, പാലിയേക്കര ടോൾ കമ്പനിയുടെ പേരിലുള്ള കേസ്, സപ്ലൈകോ ഉദ്യോഗസ്ഥൻ കോടികൾ തട്ടിച്ച കേസ്, പാതിവില തട്ടിപ്പിലെ അന്വേഷണം എന്നിവയെല്ലാം യൂണിറ്റ് 2 ആണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ഇതിൽ ഹൈറിച്ചിലും പാലിയേക്കര കേസിലും ആദ്യഘട്ട കുറ്റപത്രം നൽകുകയുണ്ടായി. സപ്ലൈകോ കേസിൽ 8 കോടി രൂപയുടെ സ്വത്താണ് കൂടുതലും കണ്ടുകെട്ടിയതും. പാതിവില തട്ടിപ്പിന്റെ അന്വേഷണം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. കരുവന്നൂർ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുന്നതിന് നടപടിക്രമം 95% പൂർത്തിയായെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ തെളിയിക്കുന്നത്. പക്ഷെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നതോടെ കേസ് സംബന്ധിച്ച് പഠിക്കാൻ തന്നെ സമയവും ആവശ്യമായി വരും. ഇത് കുറ്റപത്രം നൽകുന്നത് നീണ്ടുപോകാൻ ഇടയാക്കിയേക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. അതിനിടെ കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിനായി കെ രാധാകൃഷ്ണൻ MP എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാവുകയുമില്ല. അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണമെന്നും അതിനാൽ EDയോട് സാവകാശം തേടുമെന്നും നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂസ്വത്ത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സഹിതം ഹാജരാകാനായിരുന്നു ED മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടക്കുന്ന സമയത്ത് CPM ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു കെ രാധാകൃഷ്ണൻ. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED ഓഫീസിൽ നിന്ന് സമൻസ് നൽകുകയും ഉണ്ടായി. എന്നാൽ അന്ന് കെ രാധാകൃഷ്ണൻ വന്നിരുന്നില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇപ്പോൾ ഹാജരാകാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം EDക്ക് കത്ത് നൽകി. ED അന്വേഷണത്തിൽ യാതൊരു ഭയവുമില്ലെന്നും കെ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ പ്രതികരിക്കുകയുണ്ടായി. സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള BJPയുടെ നീക്കമാണെന്നും കെ രാധാകൃഷ്ണൻ ശക്തമായി തന്നെ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിൽ ഏത് കേസെന്നും പറയുന്നില്ല. വ്യക്തിപരമായി സ്വത്തിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഹാജരാകാമെന്ന് രേഖാമൂലം അറിയിച്ചതായും കെ രാധാകൃഷ്ണൻ MP വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വീണ്ടും സമൻസ് അയച്ചത്. അതേസമയം തന്നെ കരുവന്നൂർ കള്ളപ്പണ ഇടപാടിലൂടെ ലഭിച്ച പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നാണ് ED ചൂണ്ടിക്കാട്ടുന്നത്. കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ED കൈക്കൊണ്ടിട്ടുള്ളത്. കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് EDയുടെ ഈ സുപ്രധാന നീക്കം.